ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് സംഭവം അധ്യായം 1. ഒരു ടൈം ലൂപ്പ് കോൺസെപ്റ്റും ഒരു ഇൻവെസ്റ്റിഗേഷനും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫോറസ്റ്റിൽ നടക്കുന്ന സംഭവമൊക്കെ വെച്ചിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ. നമ്മുടെ മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ടൈം ലൂപ്പ് കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് ഈ ഹോളിവുഡിലും ഒക്കെ കാണുന്ന തരത്തിലുള്ള ഒരു സിനിമ ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട് ഈ ഒരു സിനിമ മൊത്തത്തിൽ. എനിക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു. സോ ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുതിയൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന ഒരു പോലീസ് ഓഫീസർ, പുള്ളി വരുന്ന വഴിയിൽ അപകടപ്പെട്ട ഒരു ആളെ കാണുന്നു. പുള്ളിനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. സോ ഈ അപകടപ്പെട്ട ആൾ ഒരു പോലീസ് ഓഫീസറാണ്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു വോക്കി ടോക്കി കിട്ടുന്നു. ഈ ഒരു വോക്കി ടോക്കിയിൽ കാട്ടിനുള്ളിൽ അകപ്പെട്ട ഒരാൾ ഹെൽപ്പിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ഈ നമ്മുടെ പോലീസ് ഓഫീസറും പുള്ളിയുടെ കൂടെയുള്ളവരും കൂടെ ചേർന്ന് ഈ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. സോ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇത് എല്ലാം സെറ്റൊക്കെ ചെയ്ത് പതിയെയാണ് പോകുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ടൈം ലൂപ്പ് പരിപാടിയൊക്കെ റിവീലായി വരുമ്പോഴത്തേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സിനിമ പോകുന്നത്. പിന്നെ ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ സൈഡും മൊത്തത്തിൽ വിഷ്വൽസും പിന്നെ സൗണ്ട് ഡിസൈനും ഒക്കെ കൊള്ളായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു അത്. പിന്നെ ഈ ഒരു സിനിമയിൽ ഫോറസ്റ്റിന് ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഫോറസ്റ്റിനെ കാണിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ സിനിമയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് സിനിമയിലെ പെർഫോമൻസ് ഒക്കെ ഒരു ഓക്കെ പെർഫോമൻസ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. സെക്കൻഡ് പാർട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. അപ്പോൾ ആ ഒരു ഭാഗത്തിലൂടെ എത്തുമ്പോൾ അവരുടെ പെർഫോമൻസിലും കാര്യങ്ങളിലും ഒക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം ലൂപ്പ് കോൺസെപ്റ്റ് സിനിമകളും സീരീസുകളൊക്കെ കണ്ട് താല്പര്യമുള്ളവർക്കും അതുപോലെ ജനറൽ ഓഡിയൻസിനും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ഇവർ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ ആദ്യമായിട്ടാണ്. അപ്പം ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് മടുപ്പൊന്നും തോന്നത്തില്ല. നല്ല എൻഗേജിങ് ആയിട്ടാണ് ഈ സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.